പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു നല്ല ദിവസം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. ഈ ദിവസത്തിന്റെ കർത്താവ് നമ്മുടെ യേശുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൽ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഇന്നത്തേക്ക് ആവശ്യമായ എല്ലാ നന്മകളും, നിന്റെ ജീവിതത്തിൽ വേണ്ടിയ മുഴുവൻ നന്മകളും എൻ്റെ കർത്താവ് ഒരുക്കി വെച്ചതിന് ശേഷമാണ് ഈ ദിവസത്തിലേക്ക് അവൻ നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങളോട് വചനം പറയാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. വചനം പറയുന്നു, 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. ആമേൻ. ഇവിടെ കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കയ്യിരിക്കുന്ന വേദപുസ്തകത്തിന്റെ അകത്ത് എന്തുമാത്രം വാഗ്ദത്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ആമേൻ. ഉൽപ്പത്തി പുസ്തകം, വെളിപ്പാട് പുസ്തകം വരെ എത്രയോ വാഗ്ദത്തങ്ങൾ വായിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കർത്താവ് കൃപയാൽ തന്നതാണ്. നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മൾ വലിയ പ്രാർത്ഥനക്കാരായതുകൊണ്ടല്ല. എന്നാൽ കർത്താവിന്റെ കൃപയാൽ, യേശുവിന്റെ കൃപയാൽ ഈ വാഗ്ദത്തങ്ങൾ മുഴുവൻ, അബ്രഹാമിന് മേൽ പകർന്ന മുഴുവൻ വാഗ്ദത്തങ്ങളും കൃപയാൽ എൻ്റെയും നിങ്ങളുടെ മേൽ കർത്താവ് തന്നിരിക്കുകയാണ്. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവ് നമ്മൾ പറയുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചിട്ട് തന്റെ ജീവിതത്തിൽ അനേക വാഗ്ദത്തങ്ങളെ ദൈവം നൽകുകയാണ്. നീ വാലല്ല തലയായി മാറും, നീ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കുന്നതിനായി തീരും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ തൊഴുതമൊക്കെയും ഒരു അനുഗ്രഹമായി മാറും, അബ്രഹാമേ നീ ഒരു അനുഗ്രഹമായി തീരും. അങ്ങനെ ദൈവം അവൻ ബഹുജാതികൾക്ക് തന്നെ പിതാവാക്കി വെക്കുന്നൊക്കെയും ദൈവം അബ്രഹാമിന് വാഗ്ദത്തങ്ങളെ നൽകി. ദൈവിക വാഗ്ദത്തങ്ങൾ കേട്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം, നമ്മളതിനെ കുറിച്ച് പറയുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവൻ വിശ്വാസ വീരനായിരിക്കുന്ന, വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന ആ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു അധൈര്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒരല്പം നെഗറ്റീവ് പറയുന്ന, അല്ലെങ്കിൽ ഭാരപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു വരികയാണ്. ആ ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് അബ്രഹാം ദൈവത്തോട് ചോദ്യമുണ്ട്. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമശ്കേക്കാരനായ ഈ ഏലിയാസർ തന്നെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അഥവാ നോക്കിയേ, ദൈവത്തിന്റെ വാക്ക് കേട്ട്, കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഞാൻ നിനക്ക് തലമുറകളെ തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ അബ്രഹാം കർത്താവിന്റെ വാക്ക് കേട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടു, യാത്ര തിരിച്ചു. കർത്താവിന് വേണ്ടി അവൻ അനേക കാര്യങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് ചെയ്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്വകാര്യ ദുഃഖം, ആരോടും പറയാത്ത, ആരോടും ഷെയർ ചെയ്യാത്ത, അല്ലെങ്കിൽ താൻ നയിച്ചുകൊണ്ട് വരുന്ന ഇസ്രായേൽ മക്കളുടെ മുൻപാകെ തുറന്നു പറയാത്ത, ഭാരം പറയാത്ത ഒരു സങ്കടം അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്നും തനിക്കുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ആ ദുഃഖം തനിക്കൊരു മകനെ ദൈവം തന്നില്ല എന്നത്രേ. അവൻ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഭാരം, ചില സങ്കടം, ചില പ്രയാസങ്ങൾ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നിനക്ക് ആരോടും പറയാൻ പറ്റത്തില്ലായിരിക്കാം. ആരോടും പറയാൻ പറ്റാതെ നിന്റെ ഹൃദയത്തിൽ മാത്രം ഒതുക്കി നീ സങ്കടപ്പെട്ട്, നിരാശപ്പെട്ട് ഇരിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വചനം, ദൈവം ഒരിക്കലും തൻ വാഗ്ദത്തങ്ങൾ മാറ്റി പറയുന്നവനല്ല കേട്ടോ. പ്രൈസ് ലോർഡ്. നോക്ക്, മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ, മനുഷ്യൻ പ്രോമിസ് ചെയ്താൽ, ആ പറഞ്ഞ വാക്ക് നിവർത്തീകരിക്കണമെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആയിരിക്കണം. ഉദാഹരണത്തിന്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന കാര്യം ഞാൻ ചെയ്തു തരാം, ഇത്രാം തീയതി ഞാൻ ചെയ്തു തരാമെന്ന് പറയുകയും നിങ്ങളത് കേട്ട് വിശ്വസിച്ചെടുക്കുക വരുമ്പോൾ, അത് ചെയ്യാൻ പറ്റാത്ത അനുഭവം വരുമ്പോൾ ഞാൻ പറഞ്ഞ എക്സ്ക്യൂസ് ഉണ്ട്, ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഓക്കെയായി വന്നില്ല. പ്രൈസ് ലോർഡ്. അത് മനുഷ്യൻ അങ്ങനെയാ. പക്ഷേ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. ദൈവം നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ഒരിക്കലും അത് നിവർത്തീകരിപ്പാൻ സാഹചര്യങ്ങളെയോ
മനുഷ്യരെയോ മറ്റൊന്നിനെയോ എൻ്റെ കർത്താവ് കൂട്ടുപിടിക്കത്തില്ല. ആമേൻ. കാരണം അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ പറഞ്ഞ വാക്ക് അവിടെ ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. പക്ഷെ അബ്രഹാം തന്റെ ജീവിതത്തിൽ ഒരു നിരാശ കടന്നു വന്നു. ആമേൻ. താൻ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ആമേൻ, നീ എനിക്കൊരു മകനെ തന്നിട്ടില്ലല്ലോ. ആമേൻ, ഈ തന്ന സ്വത്തുക്കളുടെയും നന്മകളുടെയും എല്ലാം അവകാശി ആമേൻ മറ്റൊരുവനായി തീരാൻ പോവുകയാണോ? അവൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം അതിന് താഴെ പറയുക, 5-ാമത്തെ വാക്യം പറയുകയാണ്, പിന്നെ അവൻ അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചുകൊണ്ട് അവന് നീതിയായി കണക്കിട്ടു. അവൻ നോക്കിയേ, അവൻ അബ്രഹാം തന്റെ കൂടാരത്തിന്റെ അകത്തിരുന്ന് അവൻ തൻ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വേദനകൾ, തന്റെ ഭാരങ്ങൾ അവൻ ദൈവസ്ഥനിൽ താൻ വിളിച്ചു പറയുമ്പോൾ എന്റെ കർത്താവിന് മനസ്സിലായി, അവൻ ഇവനോട് ഇപ്പോൾ വാക്യങ്ങൾ പറഞ്ഞിട്ടോ വചനങ്ങൾ പറഞ്ഞിട്ടോ കാര്യമില്ല. അവൻ അബ്രഹാമിനെ കർത്താവിനെ എന്നറിയാമോ, ആ കൂടാരത്തിന്റെ അകത്തുനിന്ന് അവനെ വെളിയിൽ കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. അവനെ വെളിയിൽ കൊണ്ടുവരിക മാത്രമല്ല, അവൻ പറഞ്ഞു, അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, നീ ആകാശത്തിലേക്ക് നോക്കിയേ, നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ ഒന്ന് എണ്ണിക്കേ. അവൻ നീ ചവിട്ടി നിൽക്കുന്ന ആമേൻ ഈ ഭൂമിയിലെ മണൽത്തരികളെ നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ ഒന്ന് എണ്ണിക്ക്. പ്രൈസ് ലോർഡ്. എന്റെ കർത്താവ് പറയുകയാണ്, അബ്രഹാമേ, ആമേൻ, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ, ആമേൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, ആമേൻ, ഞാൻ ഒരിക്കലും അതിനെ മാറ്റി പറയുന്ന കർത്താവല്ല. പ്രൈസ് ലോർഡ്. ആമേൻ, എനിക്ക് നുണ പറയാൻ സാധിക്കത്തില്ല, എനിക്ക് വ്യാജം പറയാൻ സാധിക്കത്തില്ല. ആമേൻ, നിന്നെ ബഹുജാതികൾക്ക് ആമേൻ ഞാൻ നിന്റെ പിതാവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹാമേ, നീ വിശ്വസിച്ചേ. ആമേൻ, നീ വിശ്വസിക്ക്. ആമേൻ, നീ ബഹുജാതികൾക്ക് പിതാവാവുക തന്നെ ചെയ്യും എന്ന് കർത്താവ് അവനോട് വീണ്ടും 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 അവൻ ആവർത്തിച്ച് പറയുകയാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഒത്തിരി വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടവരാണ്. പ്രൈസ് ലോർഡ്. അവൻ ചിലപ്പോൾ മെസ്സേജിലൂടെ ആയിരിക്കാം, നീ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കായിരിക്കാം, ചിലതിനോട് ദൂത് പറഞ്ഞായിരിക്കാം, ആമേൻ കർത്താവിനോട് സംസാരിച്ചായിരിക്കാം. പലവിധമായ വാഗ്ദത്തങ്ങൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചവരാ, ആമേൻ കേട്ടവരാ. എന്നാൽ ആമേൻ ആ കേട്ട വാഗ്ദത്തങ്ങൾക്കെതിരായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ നിൽക്കുന്നത്. നീ പറയുമായിരിക്കാം, ബ്രദറെ, ആമേൻ വാഗ്ദത്തങ്ങളൊക്കെ ശരിയാണ്, വചനമൊക്കെ ശരിയാണ്, ഞാൻ കേട്ട ദൂതും ശരിയാണ്, പക്ഷേ എന്റെ സാഹചര്യം നോക്കി, എന്റെ സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുകയാണ്. അവൻ ഞാൻ കേട്ട ദൂത് പോലെ അല്ലല്ലോ എന്റെ സാഹചര്യങ്ങൾ. അവൻ മനുഷ്യർ എനിക്കെതിരാണ്, അവൻ മറ്റുള്ള സാഹചര്യങ്ങൾ എനിക്കെതിരാണ്. എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞൊരു പോലും അവൻ എന്നെ മൈൻഡ് ചെയ്യാൻ നടക്കുന്ന ഒരു സമയമാണ് എന്നൊക്കെ നീ പറയുമ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, നിന്നോട് വാഗ്ദത്തം ചെയ്തത്, നിന്നോട് വാക്ക് പറഞ്ഞത് അവൻ ഒരു മനുഷ്യനല്ല. നിന്നോട് വാക്ക് പറഞ്ഞവൻ അവൻ ഇന്ന് പകലും നിനക്ക് വേണ്ടി അത് നിവർത്തിപ്പാൻ, അത് ചെയ്യുവാൻ ഇന്ന് പകലും എന്റെ കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ലോർഡ്. ആ കർത്താവിനെ ആഴത്തിൽ നിന്ന് വിശ്വസിക്കാമോ? ആ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നീ പറയാമോ, ആമേൻ എന്റെ മേൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ആമേൻ ഞാനത് കാണുക തന്നെ ചെയ്യും. ആമേൻ സാഹചര്യങ്ങൾ നോക്കി ഞാൻ ഭാരപ്പെട്ടിരിക്കത്തില്ല, മനുഷ്യൻ പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ നോക്കി ആമേൻ ഞാൻ ഭാരപ്പെട്ടിരിക്കത്തില്ല. കാരണം ആമേൻ എന്നോട് വാക്ക് പറഞ്ഞ എന്റെ യേശു അവൻ വാക്ക് മാറാത്തവനായി, ആമേൻ ഹല്ലേലൂയ, താൻ പറഞ്ഞ വാക്കിനെ നിവർത്തിപ്പാൻ, ആമേൻ താൻ പറഞ്ഞ വാക്കിന് ഉത്തരവാദിയായി, അവൻ താൻ പറഞ്ഞ വാക്കിന് ഉത്തരവാദിയായി ഇന്ന് പകലും എന്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് അവൻ ധൈര്യത്തോടെ പറയാമോ? പ്രൈസ് ലോർഡ്. അവൻ വേദപുസ്തകത്തിൽ അവൻ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്നൊരു വാക്കാണ്. അവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്ക്. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നീ വിശ്വസിക്കുന്ന യേശു അവൻ വ്യാജം പറയുന്നവനല്ല, അവൻ നുണ പറയുന്നവനല്ല. സാഹചര്യം കാണുമ്പോൾ അവൻ നിന്നെ ഇട്ടേച്ച് പോകുന്നവനല്ല. അവൻ വിഷയങ്ങൾ എതിരായി കാണുമ്പോൾ അവൻ സഹായിക്കാൻ കഴിയാത്തവനായി നിസ്സഹായതയോടെ അവൻ മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നത്. അവൻ നീ വിശ്വസിക്കുന്ന ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. വചനം പറയുകയാണ്, അവൻ ചതഞ്ഞോടെ അവൻ ഒടിച്ചു കളയത്തില്ല, അവൻ പുകയുന്ന തെരിയെ അവൻ കെടുത്തി കളയത്തുമില്ല. അവൻ ചതഞ്ഞിനെ ഒടിച്ചു കളയുമ്പോൾ, അവൻ പുകയുന്ന തിരിയെ അവൻ മനുഷ്യൻ കെടുത്തി കളയുമ്പോൾ എന്റെ കർത്താവിന്റെ പ്രത്യേകതയുണ്ട്. അവൻ ആ ചതഞ്ഞ ഓടയ്ക്കകത്തു നിന്ന്, ആ ചതഞ്ഞ ഓടക്കുഴലിനകത്തു നിന്ന് അവൻ മനോഹരമായ അവൻ നാദം പുറപ്പെടുവിക്കുവാൻ എന്റെ യേശുവിന് കഴിയും. പ്രൈസ് ലോർഡ്. ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ കെടുത്തി കളയുന്ന അവൻ കരിന്തിരിക്കകത്തു നിന്ന് അവൻ വീണ്ടും അവൻ അനേകർക്ക് പ്രകാശം കൊടുക്കുന്ന വെളിച്ചം പകരുവാൻ അവൻ എന്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് വിശ്വസിച്ച് യേശുവിൽ നിന്ന് ആശ്രയിച്ച് അവൻ. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത്, അവൻ എന്റെ കൺകൾ ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എന്റെ സഹായം എവിടുന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച എന്റെ കർത്താവിൽ നിന്നാകുന്നു. ഹല്ലേലൂയ. നിന്റെ പരിപാലകൻ അവൻ ഉറങ്ങത്തില്ല,
അവൻ ഭയങ്കത്തില്ല. ഇന്ന് പകലും അവൻ പറഞ്ഞതിനെ നിവർത്തിപ്പാൻ, അവൻ നിന്റെ ജീവിതത്തിൽ തന്നതിനെ നിവർത്തിപ്പാൻ, നിന്നോട് പറഞ്ഞതിനെ നിവർത്തിപ്പാൻ ഇന്നും എന്റെ യേശു അതിനുമേൽ അവൻ ജാഗരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, അവൻ നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തങ്ങളെ സംശയിക്കരുത്. നിന്റെ മേൽ കേട്ട ദൂത്, നീ കേട്ട ദൂതിനെ അവൻ സംശയിക്കരുത്. അവൻ ഈ സാഹചര്യങ്ങളെല്ലാം മാറും, അവൻ അവസ്ഥകളെല്ലാം മാറും. അവൻ നിന്റെ മേൽ തന്നിരിക്കുന്ന ദൂതുകൾ അവൻ ഓരോന്നോരോന്നായി അവൻ നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയം ഒരു വാക്ക് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ മെസ്സേജ് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് വ്യാജം പറയുവാൻ, അങ്ങ് നുണ പറയുവാൻ അങ്ങ് മനുഷ്യനല്ലല്ലോ, അങ്ങ് മനുഷ്യനുമല്ലല്ലോ. കർത്താവേ, അങ്ങ് ദൈവമാകിയാൽ കർത്താവെ, അങ്ങ് പറഞ്ഞ വാക്കിനെ നിവർത്തീകരിപ്പാൻ, അങ്ങ് പറഞ്ഞ വാക്കിനെ അവൻ പ്രവർത്തിപ്പാൻ, ചെയ്യുവാൻ ഇന്ന് പകലും അങ്ങ് ജീവനോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ള കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, വചനം കേൾക്കുന്ന ആരെങ്കിലും നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ, എല്ലാ വാതിലും അടഞ്ഞു പോയെന്ന് പറയുമ്പോൾ, ആരും എന്നെ സഹായിക്കാനില്ല, എല്ലാം ആമേൻ എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവെ, ഇന്ന് ഈ സമയം എന്റെ കർത്താവിന്റെ കരം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അടഞ്ഞ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, ചിലര് അവൻ ഡോക്ടർമാരുടെ വാർത്ത കേട്ട് ഭയപ്പെട്ടായിരിക്കാം ഇരിക്കുന്നത്. ചില മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അവൻ ചില കർത്താവെ എതിരായിട്ടായിരിക്കാം ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയട്ടെ, ആ രോഗങ്ങൾ സൗഖ്യമാവട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, വൈദ്യന്മാരിൽ അസാധ്യമായത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകുവാൻ യേശുവിന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുകയാണ്. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അങ്ങ് നൽകിയ വാഗ്ദത്തങ്ങൾ, അങ്ങ് പറഞ്ഞല്ലോ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഇന്ന് പകലും അങ്ങിൽ ഊവെന്നാണെന്ന്. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കത്തില്ല. ആമേൻ. ഞങ്ങൾ വിശ്വാസം ഏറ്റുപറയുകയാണ്, വിശ്വാസങ്ങൾ ഏറ്റുപറയുക, വിളിച്ചു പറയുകയാണ്. ആമേൻ. ആ വാഗ്ദത്തങ്ങൾ ഓരോന്നായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെ ഇരിക്കണം, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണം, അത്ഭുത സാക്ഷ്യമാക്കി മാറ്റണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവനെ, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഇന്നും യേശു ക്രിസ്തുവിൽ അത് ഊവെന്ന് തന്നെയാ. പ്രൈസ് ലോർഡ്. ഭാരപ്പെടണ്ട, സങ്കടപ്പെടണ്ട. ആമേൻ. ഒന്നും നടന്നില്ലല്ലോ എന്നോർത്ത് ആമേൻ നിരാശപ്പെടുകയും വേണ്ട. പ്രൈസ് ലോർഡ്. നിന്നോട് പറഞ്ഞ ദൈവം, ആമേൻ, മറക്കരുത്, മനുഷ്യനല്ല പറഞ്ഞത്. മനുഷ്യൻ പറഞ്ഞാൽ മനുഷ്യൻ വാക്ക് മാറും. പക്ഷെ നിന്നോട് പറഞ്ഞ ദൈവമാണ്, യേശുവാണ്. അവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല. അവൻ തക്ക സമയത്ത് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ അവൻ മതിയായവന്. വിശ്വസിക്കുക, അത്ഭുതങ്ങൾ നടക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയിലായിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.